ബോട്ട് എയർഡോപ്സ് 219 കുറച്ച് പഴയ പ്രോഡക്റ്റ് ആണ്, പക്ഷെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യാത്തതുകൊണ്ട് 1099 എന്നുള്ള ഓഫർ റേറ്റിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നോർമൽ റേറ്റ് എനിക്ക് തോന്നുന്നു 1199 1299 സംതിങ് ആണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു ബോട്ട് എയർഡോപ്സ് 219 മേടിച്ച വർത്ത് ബൈങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ മൈക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ ലോ ലേറ്റൻസി മോഡ്, അതായത് BGM ഒക്കെ ലൈവായിട്ട് കളിച്ച് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ഇപ്പോൾ ഗെയിമിങ്ങിനാണെങ്കിലും ഇനി നല്ല കോളിങ്ങിൻ്റെ കാര്യത്തിനാണ് ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ലൈവ് ഡെമോസ് കാണുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്. എന്നാൽ മ്യൂസിക് ക്വാളിറ്റി അത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണം, നിങ്ങൾ വിശ്വസിച്ചാലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ വെയറിംഗ് കംഫർട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നതാണ് കേട്ടോ. സോ ഓവറോൾ ഉറപ്പായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് ഏകദേശം ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടുമെന്നുള്ളതിൽ വേറൊരു സംശയമല്ല. വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഓഫർ വീഡിയോസിനും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിൽ വന്നാൽ മതി, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ കാശ് കുറച്ച്. അവിടെ പിന്നെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ് ഉണ്ട്, പിന്നെ മെറ്റൽ കാസ്. അതിപ്പോൾ പല സൈസസിൽ പല റേറ്റുകളിൽ അവൈലബിൾ ആണ്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ്. എന്തായാലും ബോക്സിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു QR കോഡ് കാണാൻ സാധിക്കുകയെ, സ്കാൻ ഫോർ പ്രോഡക്റ്റ് ഒതന്റിസിറ്റി. അതായത് ഇപ്പോൾ പല പ്രോഡക്റ്റുകളുടെയും ഫസ്റ്റ് കോപ്പീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ മേടിച്ചത് ജെന്യൂൻ ആണെന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ഈ ഒരു QR കോഡ് അങ്ങോട്ട് സ്കാൻ ചെയ്താൽ മാത്രം മതിയേ. എന്തായാലും ഇനി നമ്മുടെ 219ലേക്ക് വേണമെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ആണ്, കോമ്പാക്റ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആവത്തില്ല നമ്മൾ റഫ് യൂസ് ചെയ്താൽ പോലും. പിന്നെ ആ ഒരു ഗ്രിപ്പ് പോലെ രണ്ട് സൈഡിൽ കാണുന്ന ഭാഗവും നല്ല രസമുണ്ട് കാണാനായിട്ട്. ബോട്ടിന് ലോഗോ ഫ്രണ്ടിലുണ്ട്, മുകളിലൊരു LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലൊരു Type-C പോർട്ടും കാണാൻ സാധിക്കും. 400 mAh ബാറ്ററി കപ്പാസിറ്റി ഒരു കേസിലുണ്ട്. സോ അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ Type-C ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. ഈ ഒരു 10 മിനിറ്റ് 120 മിനിറ്റ് ബോട്ടിൽ എല്ലാത്തിലും കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ 5V2A 10 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ്. നിങ്ങളുടെ കയ്യിലൊരു ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും അതിനകത്ത് ഔട്ട്പുട്ട് 5V2A ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് ചാർജ് ചെയ്യാം. ഇനി അതല്ല ഫാസ്റ്റ് ചാർജർ വെച്ച് മറ്റുള്ള ഫാസ്റ്റ് ചാർജർ വെച്ചും ചാർജ് ചെയ്യാം. പക്ഷേ എന്താ പറയുക, ബോട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് 5V2A ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു മറ്റുള്ള ചാർജറൊക്കെ വെച്ച് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററി എന്താ പറയുക പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ 10 വാട്ട്സ് വെച്ച് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ബാറ്ററി അങ്ങോട്ട് ഡാമേജ് ആവത്തില്ല. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇയർബഡ് ഓർഡർ ഇരിപ്പുണ്ട്. അതിന് മുന്നേ ആ ഒരു ലിഡ് ക്വാളിറ്റി പറയണമെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ലിഡിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേർ എടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കാരണം ഇതിനകത്ത് IWP അതായത് ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഉണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ഓൾമോസ്റ്റ് മാറ്റ് ഫിനിഷ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. എന്നാൽ ചെവിയോട് ചേർന്നിരിക്കുന്ന ഭാഗം മാത്രം ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. പിറകിൽ 2 LED ഇൻഡിക്കേറ്റർ കാണാം. അതുപോലെ തന്നെ ബോട്ടിന്റെ ലോഗോ ഒക്കെ ഉണ്ട്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും വരിക. സോ കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇതിന് കിട്ടുന്നുള്ളത് വേറൊരു സംശയമില്ല. 35 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. എന്നാൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുമെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. 35 മിനിറ്റ് വേണം ഇത് 100% ചാർജ് ആകാനായിട്ട്. 35 mAh 35 മിനിറ്റ് മതിയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കൂടാതെ 400 mAh 40 മണിക്കൂർ. എല്ലാം ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു പ്രാസം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ പൊതുവെ പറയുന്നത് ഈ ബോട്ടിൻ്റെ പ്ലേ ടൈമൊക്കെ പലതും കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ളത്. സോ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഈ ഒരു ബഡ് വെച്ചിട്ട് അരമണിക്കൂർ പാട്ട് കേട്ടപ്പോഴത്തേക്ക് 90% 100% ഉണ്ടായിരുന്ന ബഡ് 90% മാറി എന്നുള്ളതാണ്. അതൊരു 90% ലെവലിലാണ് ഞാൻ പാട്ട് കേട്ടത് കേട്ടോ. ഒരു 60% ആണ് കമ്പനി പറയണ ആ ഒരു പാട്ട് കേൾക്കാനായിട്ടുള്ളൊരു വോളിയം ലെവല്. അങ്ങനെ കേട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു കമ്പനി പറയണ 40 മണിക്കൂർ കിട്ടൂ എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ 90-ലും 100-ലൊക്കെ ആയിട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഈ 40 എന്നുള്ളത് 20-ലേക്കും അതല്ല 25-ലേക്കൊക്കെ പോകുന്നുള്ളിൽ വേറൊരു സംശയമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് പോകണ്ടേ. പൊതുവേ നമുക്ക് മറ്റുള്ള ബോട്ടിൻ്റെ ആ ഒരു ഇയർബഡുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ 999 കിട്ടുന്ന നമ്മുടെ സുപ്രീം ഒക്കെ ഉണ്ടല്ലോ, സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും ഈ ഒരു വെയറിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ പലരും എന്താ പറയുക നല്ലൊരു കാര്യമല്ല പറയണത്. എന്തായാലും ഈ ഒരു ബോട്ട് എയർഡോപ്സ് 219 നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെയറിംഗ് കംഫർട്ട് എന്താണ് അത് ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ടേ. എനിക്ക് എന്തായാലും ഓക്കെയാണ്. നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നിന്ന്
കിട്ടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മളിത് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ ഞാൻ അരമണിക്കൂറൊക്കെ ചെവിയിൽ വെച്ചിട്ടും എനിക്കങ്ങനെ എന്താ പറയുക ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്നൊരു പ്രവണതയെ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്നൊരു പ്രവണത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഇയർ ടിപ്പും കൂടെ ഒന്ന് മാറ്റി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ ഡീഫോൾട്ടായിട്ട് വരുന്നത് മീഡിയം സൈസാണ്. സ്മോളും ലാർജും ഒക്കെ തന്നെ നമുക്ക് എക്സ്ട്രാ ഈ ഒരു ആക്സസറീസിന്റെ ബോക്സിൽ നമുക്ക് കിട്ടേ. ഇതിപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് എയർഡ്രോപ്പ് 219 നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിൽ. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഫാൻ അത്യാവശ്യം നല്ല രീതിക്ക് കറങ്ങുന്നുണ്ട്. കൂടാതെ പുറത്ത് അത്യാവശ്യം നല്ല സൗണ്ടിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫാനിന്റെ സൗണ്ട് അതേപോലെ തന്നെ പുറത്തുള്ള പാട്ടാണ് എന്റെ വോയിസിനേക്കാളും കൂടുതലായിട്ട് കേൾക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തുള്ള ENX ടെക്നോളജി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് കോട്ട് മൈക്ക് വിത്ത് ENX ടെക്നോളജി ഉണ്ട്. 2 മൈക്ക് വീതം ഓരോ ഇയർബഡുകളുണ്ട്. 1100 രൂപയ്ക്ക് നമ്മളൊരു കോളിംഗ് പർപ്പസിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ എന്തായാലും ഇത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഒരാളെ വിളിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് കേട്ടാ. സോ ഇത് വർത്താണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ കേട്ടോ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. പിന്നെ ബേസ് നല്ല അത്യാവശ്യം ഡോമിനേറ്റഡ് ആയതുകൊണ്ട് അതേപോലെ തന്നെ ട്രെബിളും ഒക്കെ തന്നെ നല്ല രീതിക്ക് ഡോമിനേറ്റഡ് ആണ്. അതായത് ഒരു ഓവറോൾ പെർഫോമൻസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു വേറൊരു സംശയമില്ല. ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ആണെങ്കിലും വോക്കൽ സെപ്പറേഷൻ ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു നല്ല സൈലൻ്റ് ആയിട്ടുള്ള റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടൊരു 60% കേട്ടാൽ പോലും ആ ഒരു ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷനോട് കൂടിയിട്ട് നല്ല അടിപൊളി ഫീലോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. പിന്നെ ആ ഒരു നല്ലൊരു പഞ്ചി ബേസും നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതിന്ന് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ മറ്റുള്ള ബോട്ടിൻ്റെ പ്രോഡക്റ്റിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമ്മുടെ എയർഡോപ്സ് 16 ഒക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് 1099 വരാറുണ്ട്. അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫാർ ബെറ്റർ ആണ്. ഇപ്പം ഇനി 16 ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു 799 899 ഇപ്പോൾ ഓഫറിൽ കിടക്കുന്ന ആ ഒരു റേറ്റിന് വാങ്ങിക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അതർവൈസ് ഉറപ്പായിട്ടും ഇതൊക്കെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1500 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു ബോട്ടിൻ്റെ പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ റിയൽമി വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എയർഡോപ്സ് 219 1099 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. ഇനി ബിഗ് ബില്യൺ ഡേയ്സിൽ 999 രൂപയ്ക്ക് വരുന്നെങ്കിലും നല്ലൊരു ഡീലാണെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആകത്തേ ഇല്ല കേട്ടോ. നല്ല അടിപൊളി ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. എന്നാൽ ഇവരുടെ മറ്റുള്ള പ്രോഡക്റ്റുകളിലെ പോലെ ആ ഒരു ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഇല്ല. അതെന്തായാലും ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തന്നെ എടുത്ത് പറയാം കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ ഡ്യുവൽ ഡിവൈസ് എന്നുള്ളതല്ല ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി വരുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് കൊടുത്തിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഇതിനേക്കാളും വില കുറച്ചിട്ട് നമുക്ക് സുപ്രീം കിട്ടും 999 രൂപയ്ക്ക്. അതിൽ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്, പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ സഹിതമുണ്ട്. പക്ഷേ അവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബസ്സിംഗ് സൗണ്ടും നമുക്ക് ആ ഒരു വെയറിംഗ് കംഫർട്ടിൽ ഇഷ്യൂ ഉണ്ട്. ഈ രണ്ട് കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 219 ഏറ്റവും നല്ലത് നമ്മുടെ സുപ്രീം തന്നെയാണ്. പക്ഷേ അതർവൈസ് വെയറിംഗ് കംഫർട്ടും ആ ഒരു എന്താ പറയുക ബസ്സിംഗ് സൗണ്ടൊന്നും ഇല്ലാത്ത രീതിക്ക് ഒരു മ്യൂസിക് ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ 219 തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമ്മുടെ 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് വെച്ചിട്ട് BGMI പോലുള്ള ഗെയിമുകളൊക്കെ എന്തുമാത്രം ആക്യുറേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് നോക്കാവേ. അപ്പോൾ ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കുന്നത് നമ്മുടെ വലതുവശത്തെ ബട്ടണിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ടാണ്. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ബീസ് മോഡ് ഓൺ എന്ന് പറയും. ഇനി അതല്ല ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബെല്ലറ്റ് സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഗെയിം മോഡ് ഓഫ് ആയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ട്രിഗറിന് സ്പ്രേ ചെയ്തിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഔട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി എന്തായാലും നമുക്കൊന്ന് സിംഗിൾ ടാപ്പ് അടിക്കാം. ആസ് ഓൾവേസ് പക്ക കണ്ടോ, പക്കയാണ്, ഒരു പ്രശ്നമില്ല. ഒന്നുകൂടി സ്പ്രേ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് തന്നെയാണല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു എന്താ പറയുക 45 ms ഔട്ട്പുട്ട് എന്ന് കിട്ടിയത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എത്രയാണോ ആ ഒരു 45 ms മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. സോ AAC കോഡക്കിലല്ല SBC കോഡക്കിലേക്ക് വന്നിട്ട് ബ്ലൂടൂത്ത് ഡിവൈസിൽ പോയിട്ട് AAC കോഡക്ക് മാറ്റിയിട്ട് SBC കോഡക്കുക. എന്തായാലും ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ, എന്നെ പോലുള്ള നോർമൽ പ്ലെയർ ആണെങ്കിൽ പെട്ടെന്നൊന്നും ആ ഒരു ഡീൽ നിന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ
ആണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ഡിലേ അനുഭവിക്കാം. സോ നിങ്ങൾക്ക് പ്രോ പ്ലേയേഴ്സിന് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വയേർഡ് ഇയർഫോൺ ആണ്. എന്നാൽ നോർമലി കളിക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഡീല് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോട്ട് എയർഡ്രോപ്സ് 219 കുറിച്ച് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1099 രൂപയ്ക്ക് അല്ലെങ്കിൽ 1199 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമല്ലോ വെച്ചാൽ ഉറപ്പായിട്ടും ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ കണ്ണു പൂട്ടി മേടിക്കാം, വേറെ ഒരു പ്രശ്നമല്ല. അത്യാവശ്യം നല്ല രീതിക്കുള്ള വെയറിംഗ് കംഫർട്ട്, മ്യൂസിക് ക്വാളിറ്റി അടിപൊളിയാണ്. മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞു. പിന്നെ ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഗെയിം കളിക്കാനും കണ്ടു കഴിഞ്ഞു. പിന്നെ ആ ഒരു വെയറിംഗ് കംഫർട്ട് ആണെങ്കിലും അടിപൊളി എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. സോ ഓവറോൾ ഉറപ്പായിട്ടും ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എയർഡ്രോപ്സ് 219 കൺസിഡർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ റിയൽമി ബഡ്സ് T110 ഇപ്പോഴും നമുക്ക് ആ ഒരു ഓഫർ സമയത്ത് 1199 കാണാൻ സാധിക്കും. ആ സമയത്ത് നമ്മളിപ്പോൾ 1099 രൂപയ്ക്ക് എയർഡ്രോപ്സ് 219 മേടിക്കണോ റിയൽമി മേടിക്കണോ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് റിയൽമിയിൽ കാണാൻ സാധിക്കുക. പിന്നെ അവിടെ ആപ്പ് സപ്പോർട്ട് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, വോളിയം നമുക്ക് എൻഹാൻസ് ആക്കാൻ പറ്റും, പിന്നെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അവിടെ ആ ഒരു ആപ്പിലൊക്കെ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബോട്ട് എയർഡ്രോപ്സ് 219 കുറച്ചൊരു പൊടിക്ക് മുകളിൽ നിൽക്കുന്നത് റിയൽമി തന്നെയാണ്. അവിടെയും പിന്നെ ആ ഒരു വെയറിംഗ് കംഫർട്ടൊക്കെ അടിപൊളിയാണ്. മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് അവിടെ നമുക്ക് കൊണ്ടുകിട്ടാം. അതുകൊണ്ട് തന്നെ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ T110 ആയിരിക്കും. എന്നാൽ നമുക്ക് ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 219 മേടിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബോട്ട് എയർഡ്രോപ്സ് 219 കുറിച്ചിട്ടൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.